സഹായിക്കുവാനും ഹെൽപ്പ് ചെയ്യുവാനും പരിശുദ്ധാത്മാവാ ദൈവം ഭൂമിയിലുണ്ട്. സ്വർഗത്തില് കർത്താവ് മധ്യസ്ഥ ചെയ്യുന്നു. ഭൂമിയില് ദൈവസഭയോടൊപ്പം പരിശുദ്ധാത്മാവായ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ദൈവപ്രവർത്തി യേശു ആത്മാവ് ഭൂമിയിലുണ്ട്. ദൈവസഭയില് പരിശുദ്ധാത്മാവിന്റെ കടമ എന്ന് പറയുന്നത് സഭയെ ഒരുക്കുക എന്നുള്ള ഒന്നാമത്തെ, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ഒന്നാമത്തെ എന്നാ പറയുന്നത്, ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് സഭയെ ഒരുക്കുക, സഭയെ ഒരുക്കുക, സഭയെ സൂക്ഷിക്കുക, ഹെൽപ്പ് ചെയ്യുക, നമ്മളെ പഠിപ്പിക്കുക, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിലും നമ്മളെ ഒരു ഗൈഡർ എന്ന നിലയിലും ഒരു ഹെൽപ്പർ എന്ന നിലയിലും എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവരുടെ, ദൈവത്തെ അറിയാത്തവരുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവൻ ന്യായവതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് മറ്റുള്ളവരോട് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കി കഴിയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോഴേ അന്തിക്രിസ്തുവിന്റെ, ക്രിസ്തു വിരോധിയുടെ ആത്മാവ് ഇപ്പോഴേ ഭൂമിയിലുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവസഭയുടെ ദൈവവചനപ്രകാരം ദൈവസഭയെ എന്നാ പറയുന്നത്, സുവിശേഷം സകല സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അന്തിക്രിസ്തു ഈ ഭൂമിയെ പിടിച്ചെടുക്കുവാൻ വേണ്ടി പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇത് തടയുക. അങ്ങനെയാണ് 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 തെസ്സലോനിക്കർ 2 അധ്യായത്തില് 2 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ അതാണ്, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന്. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച്, അന്തിക്രിസ്തു, പിശാച് ഈ ഭൂമിയിൽ ഇങ്ങനെയാണ്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടയുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അതായത് അവനെ തടയുന്നത് പരിശുദ്ധാത്മാവാണ് കേട്ടോ. ഈ പരിശുദ്ധാത്മാവ് ആന്റിക്രൈസ്റ്റ്, ക്രിസ്തു വിരോധി അന്തിക്രിസ്തു ഈ ലോകഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. കാരണം ദൈവത്തിന് വേണ്ടി സഭ ഒരുങ്ങുന്നത് പോലെ പിശാച് അവന്റെ ദൂതന്മാരും അവന് വേണ്ടി ഒരു സഭ, ആന്റിക്രൈസ്റ്റിന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. ആന്റിക്രൈസ്റ്റ് ഈ ലോകം മുഴുവനും ഭരിക്കുവാൻ വേണ്ടി ഭരിക്കുക തന്നെ ചെയ്യും. ഭരിക്കുന്നത് യേശു ക്രിസ്തു ഭരിക്കും. ആന്റിക്രൈസ്റ്റ്, ക്രിസ്തു വിരോധി പിശാച് ഈ ലോകം മുഴുവനും ഒരൊറ്റ ഗവൺമെന്റിന്റെ കീഴിൽ വരും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിൻ്റെയാണ് ഇപ്പം 666 നമ്പർ വരുന്നത്. ഒരേ സംഭവം 666 എവിടെയെല്ലാം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പോഴേ തന്നെ ഉണ്ട് കേട്ടോ. അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം, മോദി ഭരണത്തിൽ കയറിയപ്പം ഒരു ലോക നേതാവായിട്ടാണ് പല കാര്യങ്ങളും ഈ ബൈബിൾ പ്രവചനത്തെ നേരിടേണ്ടതിന് വേണ്ടി നിവൃത്തിയാകേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സത്യകാര്യമാണ്. അത് പ്രവചനമായിട്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, ഡിജിറ്റൽ ഇന്ത്യയുടെ വരവൊക്കെ. അപ്പൊ ഇന്ന് ഒരു കമ്പ്യൂട്ടറെ മാത്രം, അതിൻ്റെയാണ് ഒരു 666 നമ്പർ ഈ ലോകത്ത് വെച്ചിട്ട് കമ്പ്യൂട്ടറാക്കി മൊത്തം ലോകത്തെ നിയന്ത്രിക്കുന്നത്. അത് പിശാച് അന്തിക്രൈസ്റ്റിന്റെ കീഴിലായിരിക്കും. അപ്പൊ അവന്റെ ഭരണം, അതായത് ഈ ലോകം മുഴുവനും ഒരു ഭരണത്തിന് കീഴിലാരും. അത് യുവന്നയിൽ അങ്ങുള്ള എത്ര രാജ്യങ്ങളുണ്ടെന്നറിയോ? ഇന്നിപ്പോ ഒരു രാജ്യത്തിന് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലോക കോടതി, ലോക ബാങ്ക്, ഇതൊക്കെയാണ്. ലോക ബാങ്കിൽ നിന്ന് നമ്മുടെ രാജ്യം എത്രയോ കോടികളാ ബാങ്ക് എടുത്ത്, ലോക കോടതി, ലോക ബാങ്ക്, അതുപോലെ തന്നെ WHO എന്ന് പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക, ഇതെല്ലാം ഒരു ഗവൺമെന്റിന്റെ കീഴിൽ വരാനുള്ളതായ ഒരുക്കങ്ങൾ ആ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ
ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് സഭയുടെ വരവിന്റെ ദിവസമായാൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് 3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അപ്പൊ കർത്താവ് വരുന്നതായ ഗംഭീരനാദത്തോട് 3 കാര്യം. ഗംഭീരനാദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അതായത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. അപ്പൊ കർത്താവ് എങ്ങനെയാ വരുന്നത്? 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, കർത്താവിന്റെ ഗംഭീരനാദം. എന്താണെന്നറിയോ? അതായത് കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുന്ന ശബ്ദമാണ് കേട്ടോ. ഇവിടെ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബെന്നി, ജോസഫ്, ലിസി, നിഷ, ഷൈല, ജോസഫ് എന്നാ പറയുന്നത്, സായിന ഇങ്ങനെ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോ നമ്മൾ ഓർക്കും കർത്താവ് എങ്ങനെയാ വിളിക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിൽ 1 സെക്കൻഡ് കൊണ്ട് കോടികളുടെ പേര് നമുക്ക് 1 സെക്കൻഡ് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പേര് വിളിക്കും. പേരെടുത്തേ വിളിക്കത്തുള്ളൂ. മരിച്ചവരെല്ലാം എന്ന് പറയത്തില്ല, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെന്ന് മാത്രമല്ല, പേരെടുത്ത് വിളിക്കും. പേരെടുത്ത് വിളിക്കുമ്പോൾ ആ കർത്താവിന്റെ അധികാരമാണ്. ആ വിളി കേൾക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. വിശ്വാസികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിലുള്ളവർക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശൗവല് ദമസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ശൗലിന്റെ കൂടെ വേറെയും ആൾക്കാരും കുതിരപ്പുറത്തുണ്ട്. ദമസ്കോസിൽ വന്നപ്പോൾ ആകാശത്തിൽ നിന്നൊരൊറ്റ വിളിയാണ് കർത്താവ്, ശൗലേ ശൗലേ. നിങ്ങൾ വായിച്ചു 9-ാം അധ്യായത്തിൽ.